ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലിസ വാൻസ്. ഇന്ന് COVID-19 അഗനസ്റ്റായിട്ട് ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം എനിക്കുണ്ടായ അനുഭവങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. ഫൈസർ എന്ന് പറയുന്ന ഇഞ്ചക്ഷനാണ് ഞാൻ സ്വീകരിച്ചത്. അപ്പം ഫസ്റ്റ് ഡോസ് എനിക്ക് കിട്ടിയത് 27/12/2020 ഫസ്റ്റ് ഡോസ് ഇഞ്ചക്ഷൻ എടുക്കാൻ പോയപ്പോൾ ഞാൻ കയ്യിൽ കരുതിയത് എൻ്റെ പാസ്പോർട്ടും ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കാർഡുമായിരുന്നു. അവിടെ ചെന്നപ്പോൾ അവരെന്നോട് 2 ക്വസ്റ്റ്യൻ ചോദിച്ചു. ഒന്നാമത്തെ ക്വസ്റ്റ്യന് എന്തെങ്കിലും അലർജിക് റിയാക്ഷൻ ഉണ്ടോ, രണ്ടാമത്തെ ക്വസ്റ്റ്യന് കൊറോണ വന്നിട്ടുണ്ടോ എന്നായിരുന്നു. അപ്പോൾ ഇത് രണ്ടും എനിക്ക് ഇല്ല. ഒന്ന് അലർജിക് റിയാക്ഷനും ഉണ്ടായിട്ടില്ല, രണ്ടാമത്തെ കാര്യം കൊറോണയും ഇതുവരെയും എനിക്ക് വന്നിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് ഇഞ്ചക്ഷൻ അവർ തന്നു. ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം 15 മിനിറ്റ് ഞാൻ പുറത്ത് ഇരുന്നു. യാതൊരു അലർജിക് പ്രോബ്ലംസും ഇല്ല എന്ന് മനസ്സിലാക്കി ഞാൻ തിരികെ വരികയുണ്ടായി. അതിനുശേഷം എനിക്ക് 2 ദിവസം എൻ്റെ ലെഫ്റ്റ് ഹാൻഡിലായിരുന്നു അവർ ഇഞ്ചക്ഷൻ തന്നത്. 2 ദിവസം എനിക്ക് വേദനയുണ്ടായിരുന്നു. ആ 2 ദിവസത്തിന് ശേഷം എനിക്ക് യാതൊരു വേദനയും പിന്നെ ഉണ്ടായിട്ടില്ല. സെക്കൻഡ് ഡോസ് എനിക്ക് ഡേറ്റ് തന്നത് 20/1/2021. നമുക്കറിയാം, ഫസ്റ്റ് ഡോസ് ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം 3 വീക്സിനുള്ളിൽ നമുക്ക് സെക്കൻഡ് ഡോസ് ഇഞ്ചക്ഷനിൽ ലഭിക്കും. അപ്പം നമ്മൾ സെക്കൻഡ് ഡോസ് ഈ പറഞ്ഞ ഡേറ്റിൽ പോയി സ്വീകരിച്ചു. അപ്പോഴും അവരെന്നോട് 2 ക്വസ്റ്റ്യൻ ചോദിച്ചു. ഒന്നാമത്തെ ക്വസ്റ്റ്യന് എന്തെങ്കിലും അലർജിക് റിയാക്ഷൻ ഉണ്ടോ, രണ്ടാമത്തെ ക്വസ്റ്റ്യന് എന്തായിരുന്നു ഫസ്റ്റ് ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം ഉണ്ടായ എക്സ്പീരിയൻസ് എന്താണ് എന്നാണ്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞു അലർജിക് റിയാക്ഷൻ ഇല്ല. രണ്ടാമത്തെ കാര്യം, എനിക്ക് ഇഞ്ചക്ഷൻ ഫസ്റ്റ് ഡോസ് എടുത്തപ്പോൾ കൈക്ക് വേദനയുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അവരെന്നോട് പറഞ്ഞു, ഈ ഇഞ്ചക്ഷൻ എടുത്താലും നിങ്ങൾക്ക് കൈക്ക് വേദനയും ഒക്കെ ബോഡി പെയിൻ ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ള ഒരു അവയർനെസ് എനിക്ക് അവർ തന്നിട്ട് എനിക്ക് ആ ഇഞ്ചക്ഷൻ തന്നു. ഇഞ്ചക്ഷൻ തന്ന് ഞാൻ 15 മിനിറ്റ് പുറത്ത് ഇരുന്നു. അതിനുശേഷം ഞാൻ പോന്നു. അപ്പം ഈ ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം, എനിക്ക് രണ്ടാമത്തെ ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം അപ്പോഴും എനിക്ക് ലെഫ്റ്റ് ഹാൻഡിലാണ് ഇഞ്ചക്ഷൻ തന്നത്. എനിക്ക് യാതൊരു വേദനയോ ടയേർഡ്നെസ്സോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം എനിക്കങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ചെയ്ത കാര്യങ്ങളിലൂടെ പറയാം. നന്നായിട്ട് ഫുഡ് നമ്മൾ കഴിക്കണം, അതുപോലെ തന്നെ ധാരാളം വെള്ളം നമ്മൾ കുടിക്കുക, റെസ്റ്റ് നമുക്ക് ആവശ്യമാണ്. നന്നായിട്ട് ഉറങ്ങുവാനും ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഈ വലിയ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ഇത് മാറുവാനായിട്ട് കഴിയും. അപ്പം എനിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായില്ല. ഫസ്റ്റ് ടൈമിൽ നമുക്കൊരു വേദന ഉണ്ടായി, സെക്കൻഡ് ടൈമിൽ എനിക്ക് യാതൊരു വേദനയും ഉണ്ടായില്ല. എന്നെ ഇഞ്ചക്ഷൻ ചെയ്തത് പോലും ഞാൻ അറിഞ്ഞില്ല എന്നുള്ളതാണ്. ഒരു ചെറിയ വേദന പോലും ഉണ്ടായില്ല. അപ്പം അതിനുശേഷം എനിക്ക് ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം ഇവരെനിക്കൊരു സർട്ടിഫിക്കറ്റ് തന്നു. അതാണ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. അതിനകത്ത് നമുക്ക് നെയിമുണ്ട്, നമ്മുടെ ഇൻഷുറൻസ് നമ്പറുണ്ട്, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, ഇമ്മ്യൂണൈസേഷൻ എക്സ്പിറേഷൻ ഡേറ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ 6 months ആണ് ഇവർ എക്സ്പിറേഷൻ ഡേറ്റ് പറയുന്നത്. പിന്നെ ഇമ്മ്യൂണൈസേഷൻ സ്റ്റാർട്ട് ഡേറ്റ് ഉണ്ട്. കൊറോണ വൈറസ് വാക്സിൻ ഫൈസർ, അത് ഫസ്റ്റ് ഡോസും സെക്കൻഡ് ഡോസും എടുത്തതിൻ്റെ ഡേറ്റും ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിയത് ഞാൻ ഇഞ്ചക്ഷൻ ചെയ്തതിന് ശേഷം അവിടെ ഹോസ്പിറ്റലിൽ പറഞ്ഞ് ഇങ്ങനെ സർട്ടിഫിക്കറ്റ് എടുക്കുകയായിരുന്നു. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട, വിഷമിക്കുകയൊന്നും വേണ്ട. ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ് ചെയ്തപ്പോൾ ഏത് അഡ്രസ്സിലാണോ കൊടുത്തത് ആ അഡ്രസ്സിലേക്ക് നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് വരും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഗ്രീൻ പാസ്പോർട്ട്, നമ്മുടെ ഡേറ്റകളെല്ലാം ഹെൽത്ത് ചെന്നതിന് ശേഷം അവർ നമുക്ക് ഗ്രീൻ പാസ്പോർട്ടും അങ്ങനെ തന്നെ അയച്ചു തരും എന്നാണ് അറിയാനിടയായത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഫസ്റ്റ് ഡോസ് എടുത്തപ്പോൾ എനിക്ക് ചെറിയ വേദന ഉണ്ടായിരുന്നു, എന്നാൽ സെക്കൻഡ് ഡോസ് എടുത്തപ്പോൾ യാതൊരു വേദനയും ഉണ്ടായിട്ടില്ല. കോമൺലി ഇതിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത്, നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്ന സൈറ്റിൽ ചിലപ്പോൾ വേദന ഉണ്ടാകാം, റെഡ്നെസ് ഉണ്ടാകാം, ഫീവർ ഉണ്ടാകാം, ബോഡി പെയിൻ ഉണ്ടാകാം, ടയേർഡ്നെസ് ഉണ്ടാകാം. കോമൺലി ഇത്രയും ഒരു സൈഡ് എഫക്റ്റ് ആണ് പറയപ്പെടുന്നത്. അപ്പം ഇതിലും വലിയ പ്രശ്നങ്ങളൊന്നും ആർക്കും ഉണ്ടായതായിട്ട് അറിയുന്നില്ല. അപ്പം നിങ്ങളുടെ കമൻസുകൾ
നിങ്ങൾക്ക് നേരിട്ട അനുഭവങ്ങളുണ്ടല്ലോ, അത് നിങ്ങൾക്ക് കമൻറ്റിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ എനിക്കും മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പം ഇതെൻ്റെ അനുഭവമാണ് പറയുന്നത്, എല്ലാവരുടെയും അനുഭവം ഒരുപോലെയല്ല എന്നൂടെ ഓർപ്പിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ. ടേക്ക് കെയർ. ബൈ.